മൃണ്മയം എന്ന കവിത ഉണർത്തിയ വിചാരങ്ങൾ കാനനമധ്യേയുള്ള തെളിനീരരുവിയിൽ നീന്തുന്ന അനുഭവമാണ് ജോസഫിൻ്റെ മിക്ക കവിതകളുടെയും പാരായണം നൽകുന്നത്. കുളിർമ ഉടനെയൊന്നും അവസാനിക്കുന്നതേയില്ല. കൈയടക്കമുള്ള മീൻപിടുത്തക്കാരൻ്റെ കയ്യിൽ മീൻ കുരുങ്ങുന്നത് പോലെയാണ് ജോസഫിൻ്റെ കവിതയിൽ പദങ്ങൾ വന്നു ചേരുന്നത്. അവ ശ്വാസം പിടിക്കുകയല്ല, നൃത്തം വയ്ക്കുകയാണ്. ജോസഫ് കവിതകളിൽ വിഭ്രമിപ്പിക്കുന്ന സങ്കീർണ സൗന്ദര്യമോ പ്രഹേളികളോ ഇല്ല. അതിസാധാരണതയിൽ മറഞ്ഞിരിക്കുന്ന സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അനുഭവവേദ്യമാകുന്ന നിരാഡംബര സൗന്ദര്യത്തിൻ്റെ നേർത്ത ഭാവപ്രകാശമായി അവ കവിതയിൽ സ്ഥാനം പിടിക്കുന്നു. ഭാഷയുടെ നാരായവേരിൽ ഉളികൊണ്ട് കൊത്തിയെടുത്ത അതിസൂക്ഷ്മ ചിത്രങ്ങളാണ് ജോസഫിൻ്റെ കവിതകൾ. മഹാസൗധങ്ങൾ തീർക്കുന്ന പെരുന്തച്ഛൻ്റെ കരവിരുതല്ല അവിടെ കാണാൻ കഴിയുക. കല്ലിൽ കൊത്തുന്ന കൽപ്പണിക്കാരൻ്റെയും മണ്ണ് കുഴച്ച് കമനീയ പാത്രങ്ങൾ നിർമ്മിക്കുന്ന കുശവൻ്റെയും കലയാണ് ആ കവിതകളിൽ ദർശിക്കാൻ കഴിയുക. മൃണ്മയം എന്ന കവിതകളിൽ കാമകലയിൽ പ്രാവീണ്യമുള്ള ഗണികയെ തേടിയെത്തുന്ന രണ്ട് പുരുഷന്മാർക്ക് പേരില്ല, വീടില്ല, നാടും നഗരവും രാജ്യവുമില്ല. അവരെ ആസക്തികൾ എന്ന് വിളിക്കുക. കാമാന്ധത ഒരു പേരിലോ ദേശത്തിലോ ഒതുങ്ങുന്നതല്ല. കവിതയെക്കുറിച്ച് ബെന്നി ഡൊമിനിക്കിൻ്റെ ഭാഷാഭൂഷണിയിൽ വന്ന അഭിപ്രായം.